കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആരുടെ കഥയാണെന്നറിയാമോ? കുറുമ്പൻ ആനക്കുട്ടൻ്റെ കഥയാണ്. ഒരിടത്തൊരു കാട്ടിൽ കുറുമ്പനായ ഒരു ആനക്കുട്ടനുണ്ടായിരുന്നു. മറ്റു ചെറിയ മൃഗങ്ങളെ ഒരാവശ്യമില്ലാതെ അവ ഉപദ്രവിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കളിച്ചു നടക്കെ ഒരു വലിയ മരക്കൊമ്പിൽ അവനൊരു കുരുവിയുടെ കൂട് കണ്ടു. ഉടനെ തന്നെ അവൻ ആ മരച്ചില്ല തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു കുലുക്കാൻ തുടങ്ങി. ആ കൂട്ടിൽ കുറേ മുട്ടകളുണ്ടായിരുന്നു. പാവം അമ്മക്കുരുവി. അവൾ വേഗം പറന്നു ചെന്ന് ആനക്കുട്ടനോട് പറഞ്ഞു, ആനക്കുട്ടാ, ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ. എൻ്റെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും. ആനക്കുട്ടനുണ്ടോ കുരുവിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ മരച്ചില്ല കുലുക്കി. കുരുവിയുടെ മുട്ടകൾ ഓരോന്നായി താഴെ വീണുടഞ്ഞു. പാവം അമ്മക്കുരുവി കരഞ്ഞ് തളർന്ന് അവിടെ ഇരുന്നു. അവൾ ആനക്കുട്ടനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടില്ലട ദുഷ്ടാ. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? ആനക്കുട്ടൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ ഒരു കൂട് കൂട്ടിയിരുന്ന ഒരു കടന്നൽ കുരുവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മക്കുരുവി ആ കടന്നലിനോട് ചോദിച്ചു, ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ എന്നെ സഹായിക്കാമോ? ഞാൻ എന്തു ചെയ്യാനാണ്? കടന്നൽ ചോദിച്ചു. എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്, ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കൊരാളുടെ സഹായം കൂടി ആവശ്യമുണ്ട്, കുരുവി പറഞ്ഞു. എന്നിട്ടവൾ അടുത്ത കുളത്തിൽ താമസിക്കുന്ന തവളച്ചേട്ടനെ പോയി കണ്ടു സഹായം അഭ്യർത്ഥിച്ചു. തവളച്ചേട്ടൻ വേഗം തന്നെ കുരുവിയെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ അമ്മക്കുരുവി തൻ്റെ കടന്നൽ കൂട്ടുകാരെയും കൂട്ടി ആനക്കുട്ടൻ കളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയതും കടന്നൽ കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അവർ ആനക്കുട്ടൻ്റെ കൂട്ടത്തോടെ ആക്രമിച്ചു. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണു കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പാഞ്ഞു. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ആനക്കുട്ടൻ പാഞ്ഞു. അടിതെറ്റി വീണു ഒരു കൊക്കയിലേക്കായിരുന്നു. അമ്മക്കുരുവി പറഞ്ഞതനുസരിച്ച് ഒരു കൊക്കയുടെ വശത്തിരുന്നായിരുന്നു തവളച്ചേട്ടൻ കരഞ്ഞത്. കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്നു ആനക്കുട്ടനെ കൊക്കയിൽ നിന്ന് രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരിക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടെ ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല.